നമ്മൾ അമ്പനാട് ഹിൽസിലോട്ട് പോകുന്ന വഴിയിൽ കണ്ട ആ മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ, കോട്ട് ഇട്ട വഴി കീറുകയും ചെയ്ത്. ഇല്ല, പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടത്. പിന്നെ നമ്മുടെ റെയിൻ കോട്ട് കിടപ്പുണ്ട്. നമ്മുടെ ഈ ബാഗ് നനയായിരിക്കണമെങ്കിൽ ഈ കോട്ടിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും മഴയുടെ കോള് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. നോക്കേ, എല്ലാവരും ഒന്ന് ബൈക്കൊക്കെ എടുത്തൊന്ന് കറങ്ങാൻ നോക്കുതാ. ഇത് കണ്ടോ, കാഴ്ചകളൊക്കെ കണ്ടോ, പൊളിയല്ലേ. ഫുള്ളും കട്ടറാണ് റോഡ് കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രവും ഒരു റിസോർട്ടും ഒക്കെ ഉണ്ട്. റിസോർട്ടല്ല, മറ്റേ പിന്നെ റേഷൻ കട ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പ് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തേ. കുളിക്കാൻ പറ്റിയൊരു സ്ഥലം, അടിപൊളി സ്ഥലം കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവാണ്, വെള്ളം ഒട്ടുമില്ല, കുറച്ചേ ഉള്ളൂ വെള്ളം. നല്ല മഴയൊക്കെ പെയ്യുമ്പം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ. ഇപ്പോൾ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഒരു മാസമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഇവിടെ. റോഡൊക്കെ പോയി കിടക്കുക. റോഡ് മൊത്തം, സൈഡ് മൊത്തം ഇത് കണക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. നമുക്ക് ആ മലയുടെ മുകളിൽ കൂടെ കയറി വേണമെങ്കിൽ നമുക്ക് കഴുതുരുട്ടി ചെല്ലാം, അകത്ത് കയറിയിട്ട്. റോഡൊന്നും ഒരു കാശിനും കൊള്ളത്തില്ല, മൊത്തം പോയി കിടക്കുക. റോഡ് മൊത്തം കട്ടർ. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ ചിലയിടത്ത് മഴയുണ്ട്, ചിലയിടത്ത് മഴയില്ല. ഇവിടെ ഇന്നാൾ വന്നപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ പണി ഇങ്ങനെ തുടങ്ങിക്കിടന്നേ ഉള്ളൂ. ഇപ്പം എന്തുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഡേഞ്ചർ സ്ഥലമാണിത്. അമ്പനാട് ഹിൽസിൽ ഈ വണ്ടികളൊക്കെ എവിടെ പോയി കിടക്കും? വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ അവിടെ? നല്ല തിരക്ക് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര തിരക്ക് കാണുന്നത്. ഇവിടെയൊക്കെ ചിലയിടത്ത് മഴ പെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴയില്ല. ഇവിടെയൊക്കെ റോഡ് ഓഫ് റോഡായിട്ട് കിടക്കുക.
ഇവിടെ വേണ്ട ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ചാടത്തില്ല. എന്തായാലും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ചാടും, ഇല്ലെങ്കിൽ ചാടത്തില്ല. നോക്കാം, കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെയാണ് സംഭവം. ചെറിയ രീതിയിലേ ഉള്ളൂ കേട്ടോ. അവിടെ ചെറുതായിട്ടേ ഉള്ളൂ. വലിയ മഴയൊക്കെ പെയ്താലേ അടിപൊളി വെള്ളമാകും. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും മഴയില്ലെന്ന് തോന്നുന്നു. മഴ വലുതായിട്ട് പെയ്തിട്ടില്ല, കണ്ടിട്ടില്ല നോക്കിയിട്ട്. നമ്മളവിടെയൊക്കെ നല്ല മഴയല്ലേ. നമ്മൾ വന്ന വഴിയൊക്കെ നോക്കേ താഴേന്ന് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? തേയിലത്തോട്ടം കാണുന്നുണ്ടോ? നമ്മളെ വ്യൂ കാണുന്നുണ്ടോ? ഇപ്പോൾ സമയം എത്ര മണിയായി? 4 മണിയായി കേട്ടോ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഞാനിപ്പോൾ ഒരു 10-500 കാറ് കണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടെ അമ്പനാട് ഹിൽസിൽ അങ്ങനെ കിടക്കുമെന്നാ. ഇവിടെ സ്ഥലമുണ്ടോ? ഒരു കാറിനൊക്കെ 400 രൂപയൊക്കെ വെച്ചാൽ വാങ്ങിക്കുന്നത്. ബൈക്കിന് 100 രൂപ, കാറിന് 400 രൂപ. പഴയ സ്കൂട്ടറൊക്കെ വണ്ടി ഓഫായിപ്പോയി കേട്ടോ. സ്റ്റാർട്ടാക്കുന്നത് എണ്ണ തീർന്നതാണോ എന്നറിയാൻ വയ്യ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പണിയായിക്കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടാനേ പറ്റൂ മക്കളെ. വണ്ടി നമ്മൾ ഒരുവിധം നല്ല വണ്ടി കൊണ്ടൊക്കെ വരണം, ഇല്ലെങ്കിൽ പണിയാവും. പഴയ ചേതക്ക് വെസ്പയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെസ്പ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. ദാണ്ടതാ പോണുണ്ടോ, എല്ലാം ചേതക്കാണ്, ബജാജിൻ്റെ. ഇപ്പോൾ ഒരു 6 വണ്ടി കണ്ട്. ദാണ്ടൊരെണ്ണം പോണു, ഫുള്ള് ചേതക്ക്. അമ്പനാട് ദാണ്ടെ. തേയിലത്തോട്ടമൊക്കെ മുകളിലോട്ട്, ഫുള്ള് തേയിലത്തോട്ടം എല്ലാം മുകളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ നമുക്കറിയത്തില്ല. ഇത് ഫുള്ളും തേയിലത്തോട്ടങ്ങളൊക്കെയാണ്.
അമ്പനാട് ഹിൽസിലോട്ട് പോണ ഫസ്റ്റ് എയർപിൻ വളവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഫുള്ളും തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അടിപൊളിയാണ്. നോക്കേ, മഴയൊന്നും ആയില്ല. നല്ല മഴയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ വന്നാൽ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണിത്. മുകളിലോട്ടൊക്കെ അങ്ങനെ അങ്ങ് തേയിലത്തോട്ടം, ഫുള്ളും തേയിലത്തോട്ടം. അതായത് നമ്മൾ ആനച്ചാടിയിലോട്ടൊക്കെ പോകുന്ന റൂട്ടെല്ലാം തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ചേതക്ക് നമ്മളൊരു 10-15 വണ്ടിയുണ്ട് കേട്ടോ. ചേതക്ക് അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫുള്ള് കളർഫുള്ളൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളി വെറൈറ്റി. ചേതക്കൊക്കെ കയറി മുകളിൽ പോയില്ലേ? റോഡൊക്കെ ഓഫ് റോഡാണ് കേട്ടോ, ഫുള്ള് ഓഫ് റോഡാണ്. സാധാരണ ഞാൻ ഈ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള യാത്രകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വെച്ചതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, അത് കണക്കുള്ള ബ്ലോക്കാണ്. അമ്പനാട് ഹിൽസിലെ തിരക്ക് നോക്ക് സുഹൃത്തുക്കളെ, ഫുള്ള് തിരക്ക്. എന്തായാലും ഈ കോട്ട് ഇറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ട്. എല്ലാവർക്കും നല്ല കളർഫുള്ളായിട്ട് പോവാം. പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാം ഉണ്ട്. ഞാനിട്ടിരിക്കുന്ന മഞ്ഞയാണ് കേട്ടോ, മഞ്ഞയുണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. റോഡൊന്നും പറയണ്ട, റോഡൊന്നും ഇല്ല കേട്ടോ. റോഡ് നോക്കിയൊന്നും വരണ്ട, റോഡ് മൊത്തം പോയി കിടക്കുക. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ വരിക, അടിപൊളി സംഭവം. എനിക്കിഷ്ടമാണ്, ഞാനിങ്ങനെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കിഷ്ടമാണ്.